വയനാട് ഉരുൾപൊട്ടൽ തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. മൺകൂനകൾ മാറ്റിയുള്ള പരിശോധനകൾ ഉണ്ടാകും. ദുരന്തബാധിത മേഖലകളിലേക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടാകും. അതേസമയം ജില്ലയിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇനിയും 180ഓളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഡാറിൽ ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതനുസരിച്ച് ആ പ്രദേശങ്ങളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ പരിശോധന ആരംഭിച്ചോ? ഷീജ, ഈ പരിശോധന ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേയുള്ളൂ. വളരെ കൃത്യമായി തന്നെ, അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള തിരച്ചിലാണ്. അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഇവർ ഓരോ ജീവനും ഒപ്പം തന്നെ ശരീരം മൃതദേഹങ്ങളാണെങ്കിൽ പോലും കണ്ടെത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തന്നെയാണ് ഈ തെരച്ചിലടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ചില ആളുകൾ വളരെ അനധികൃതമായി എത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നടക്കം ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിന്, അതായത് ഇവിടെ എല്ലാവരും എത്തി കൃത്യമായി എണ്ണമെടുത്ത ശേഷം മാത്രമാണ് ഇവരെ അകത്തേക്ക് കയറ്റിവിടുക. മാത്രമല്ല, ഒരു ആർമിയുടെ ടീമിനൊപ്പം ഇത്ര സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ ഒരു ക്രമീകരണം കൂടി നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലൊരു ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു ബറ്റാലിയൻ്റെ ഒപ്പം ഒരു സന്നദ്ധ സംഘം പുറപ്പെടും, അടുത്ത ബറ്റാലിയനൊപ്പം അടുത്ത സന്നദ്ധ സംഘം, അങ്ങനെ പോകുന്ന ബറ്റാലിയനെ സഹായിക്കാൻ വേണ്ടി ഒരു ടീം NDRFൻ്റെ ആണെങ്കിലും ആർമിയുടെ ആണെങ്കിലും അത്തരം സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കർശന നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തുന്നത്. ഒരു തരത്തിലും അനധികൃതമായി ഒരു മനുഷ്യനെ പോലും പുറത്തുവിടില്ല. ഇപ്പോൾ ഇന്നു മുതൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അടക്കം പാസ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ് ചില ക്രമീകരണങ്ങളിലൊക്കെ പാളിച്ചകൾ പറ്റുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തുമെല്ലാം തന്നെ ഉള്ളത്. മറ്റൊന്ന്, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതിന് തെരച്ചിലേക്ക് പോയാൽ തെരച്ചിൽ ഇന്ന് നേരത്തെ തിരിച്ചിട്ടുള്ള 8 സോണുകളിൽ തന്നെയാണ് ഇന്നും തിരച്ചിൽ നടത്തുക. ഓരോ സോണിലെയും പ്രത്യേക സ്പോട്ടുകൾ കണ്ടെത്തി ആ സ്പോട്ടുകളിൽ പ്രത്യേക പരിശോധനയും തിരച്ചിലുമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ഉണ്ടാവും. റഡാറിൻ്റെ ഭാഗമായി കിട്ടുന്ന വിവരങ്ങൾ അത് ആ തരത്തിൽ തന്നെ പരിശോധിക്കപ്പെടും. ഒപ്പം തന്നെ അത്തരം കാര്യങ്ങൾ, അതായത് ഇന്നലെ നേരത്തെ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് റഡാറുകൾ ഇന്നലെ അടക്കം ഡ്രോൺ റഡാർ അടക്കം കൊണ്ടുവരികയും അത്തരം സംവിധാനം കൊണ്ട് മനുഷ്യ സാന്നിധ്യമോ ഒപ്പം തന്നെ മറ്റ് ശരീരാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള റഡാറാണ്. ആ റഡാർ നൽകുന്ന വിവരമനുസരിച്ച് ആ പ്രദേശങ്ങളിൽ സെർച്ചിങ് അടക്കം നടത്തുകയും മറ്റു തരത്തിലുള്ള മറ്റ് മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന മണ്ണ് മാറ്റി ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. ഇന്നലെ വലിയ പാറക്കല്ലുകൾ ഈ പുഴയുടെ ഭാഗത്തടക്കം തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നും കുറേയധികം പാറകൾ മാറ്റാനുണ്ട്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ ഒഴുക്കിന് സുഗമമായി വെള്ളം പൂർണ്ണമായും മുന്നോട്ട് പോകുന്നൊരു സമീപനം ഒരുക്കും. അതിനുശേഷം മാത്രമാണ് ഇന്ന് പ്രധാനമായും കോണ്ടൂർ മാപ്പ്, അതായത് ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന പ്രകൃതി എങ്ങനെയാണ്, മണ്ണിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു, എത്രത്തോളം മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് കോണ്ടൂർ മാപ്പുണ്ട്. ആ മാപ്പ്, അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കാല ശേഷമുള്ള ആ മാപ്പാണ്. ആ മാപ്പ് പരിശോധിക്കും. ആ മാപ്പും ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലെടുത്ത റഡാറിൻ്റെ മാപ്പ് കൂടി പരിശോധിക്കും. ഈ റഡാറിൻ്റെ മാപ്പ് കൂടി പരിശോധിച്ച് എത്രത്തോളം മണ്ണ് അധികമായി അടിഞ്ഞുകൂടിയിട്ടുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിൽ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആ പരിശോധനയാണ് പ്രധാനമായി നടക്കുന്നത്. നിലവിൽ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റും, ഈ പാലത്തിൽ, ബെയിലി പാലത്തിലടക്കം അതിൻ്റെ താഴത്തേക്ക് അതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതിന്, അതായത് നേരത്തെ ഒരു 12-16 അടി താഴ്ചയിലായിരുന്നു വെള്ളം ഒഴുകിയിരുന്നെങ്കിൽ ഇപ്പോൾ 6-7 അടിയിൽ മാത്രമാണ്. അപ്പോൾ അത്രയധികം മണ്ണും ചെളിയും ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നീക്കിയെങ്കിൽ മാത്രമാണ് ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഇതുണ്ടോ, അതായത് നിലവിൽ മൃതദേഹങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതടക്കമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആ തരത്തിലുള്ള തിരച്ചിലാണ് ഇന്ന് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒപ്പം തന്നെ കർശന നിർദ്ദേശം ഉണ്ട്. ഇന്നലെ നമുക്കറിയാം സൂചിപ്പാറയിലടക്കം തിരച്ചിലിനായി പോയവർക്ക് തിരികെ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് തിരിച്ചു അത്തരം ഏതെങ്കിലും ദുർഘടമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളുമായി പോകുക, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സഹായത്തോടെ, അല്ലാതെ ആരും തിരച്ചിലിനായി അത്തരം ദുർഘട സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, മറ്റൊന്ന്, നേരത്തെ നമ്മൾ ഇടയ്ക്ക് വെച്ച് സൂചിപ്പിച്ചൊരു കാര്യമാണ് ചില നിയന്ത്രണങ്ങൾ. ആ നിയന്ത്രണങ്ങൾ നമുക്കറിയാം. ഇവിടെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാധനം വലിയ രീതിയിൽ എല്ലാ സ്ഥലത്തു നിന്നും നിലവിൽ ഒരു തരത്തിലും ആരും ഈ പ്രദേശത്തേക്ക് അനധികൃതമായി എത്തരുത് എന്നുള്ളതാണ് കർശന നിർദ്ദേശമായി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്ത് സംഭവിച്ചാലും ആരെയും കയറ്റിവിടേണ്ട. ഇപ്പോൾ ഇവർ കൃത്യമായി പറയുന്നത് ബെയിലി പാലത്തിനപ്പുറത്തേക്ക് 1500 ആളുകളെ മാത്രമാണ് കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 9 മണിയോടെ ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ശ്രീജ.